ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് പള്ളിയിൽ പോകാൻ നിൽക്കുന്ന നേരത്തെ ഒരുങ്ങിയതൊന്ന് എടുത്തു എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇട്ടിട്ടില്ല എന്നുള്ള രീതിക്ക് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ മുകളിൽ മാത്രം കണ്ണെഴുതി കൊടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പള്ളിക്കായ കാരണം പൊട്ട് കുത്തുന്നില്ല, മുടി കെട്ടി. അത് പിന്നെ അധികമൊന്നുമില്ല, ഒന്നെങ്കിൽ സൈഡ് അല്ലെങ്കിൽ ഇങ്ങനെ, അധികം മോഡലിലൊന്നും കെട്ടാറില്ല. അപ്പോൾ സാധാ കെട്ടുന്ന പോലെ കെട്ടു. പിന്നെ ഭയങ്കര ചൂടായിരിക്കും, നല്ല ചൂടും ഉണ്ടാവും, നല്ല ഉഷ്ണം ഉണ്ടാവും. അപ്പോൾ എന്തായാലും മുടി കെട്ടി വെച്ചു, മുടി വന്നിട്ട് നമുക്ക് ഉണക്കാം. അപ്പോൾ ഗോൾഡിൻ്റെ കമ്മലൊന്ന് മാറ്റി, കാരണം നമുക്ക് എന്തായാലും ഇനി എൻഗേജ്മെൻറ്റും കല്യാണങ്ങളൊക്കെ വരുന്നുണ്ട് കസിൻ്റെ. അപ്പോൾ എന്തായാലും കമ്മൽ മാറ്റാമെന്ന് വിചാരിച്ചു. കുറേ ആയി അത് ഇട്ടിട്ട്. അപ്പോൾ കമ്മൽ മാറ്റിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്മൽ എടുത്തിട്ടുണ്ട്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചതാണ്. അതൊരു ഡാൻസ് കളിക്കുന്ന പെൺകുട്ടിയുടെയാണ്. അപ്പോൾ അത് അങ്ങനെ ആട്ടിയിട്ട് എനിക്ക് മതിയാവുന്നില്ല. ഞാൻ എപ്പോൾ അതെടുത്താലും അങ്ങനെയാണ് കേട്ടോ. ഞാൻ ബാംഗ്ലൂർ പോയിട്ടാണ് കുറച്ചധികം നല്ല കമ്മലൊക്കെ വാങ്ങിച്ചത്, കളക്ഷൻസൊക്കെ തുടങ്ങിയത്. വെറൈറ്റി കമ്മലുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോഴേലും ഒരു ദിവസം കാണിച്ചു തരാം. അങ്ങനെ കുറച്ച് നേരമൊക്കെ അതിൻ്റെ മുകളിൽ കളിച്ച് കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞ് ഷാൾ ഇട്ടിട്ട് നമ്മൾ ഗെറ്റ് റെഡി ആയിട്ട് പോകാനായിട്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെ പോലെ നമ്മൾ പോകുന്നത് പോർക്കുളം പള്ളിക്കാണ്. എൻ്റെ ഇടവക കാട്ടകാമ്പാലെ ഓർത്തഡോക്സ് പള്ളിയാണ്. എന്നെ കെട്ടിച്ചേക്കുന്നത് പോർക്കുളത്ത് ആറാദാശ്രീയുടെ 500 പള്ളിയിലേക്കാണ്. വാ, അപ്പോൾ പള്ളി പോയി വരാം. അപ്പം നമ്മുടെ ദുഃഖ വെള്ളിയാഴ്ചയുടെ നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങളുടെ പള്ളി ഒരു മലമുകളിലാണ്. അതാണ് എനിക്ക് ഈ പള്ളിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. പുറത്തേക്ക് ഇറങ്ങി താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുന്നംകുളം മുഴുവൻ കാണാം. നല്ല ഉയരത്തിലാണ് കേട്ടോ നമ്മുടെ പള്ളി. അപ്പം ഇന്ന് എന്തായാലും ഒരു സങ്കടത്തിൻ്റെ ദിവസമാണ്. ആസ് എ ക്രിസ്ത്യൻ നമ്മൾ നമ്മുടെ യേശുവിനെ ക്രൂശിൽ തറച്ചിട്ട് ഖബറടക്ക ശുശ്രൂഷ കഴിഞ്ഞ് വരുന്ന വഴിയാണ്. പക്ഷെ കുഴപ്പമില്ല, കാരണം നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഉയർത്തെഴുന്നേൽക്കുമല്ലോ. അപ്പോൾ ഒരു സന്തോഷത്തിൻ്റെ ദിവസം വരാനിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ പ്രത്യാശയിൽ നമുക്ക് ജീവിക്കാം. അപ്പോൾ വണ്ടി എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അതിൻ്റെ ഇടയ്ക്ക് വെല്ലമ്മയുടെ വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീടിൻ്റെ വഴിക്ക് എത്തിയിട്ടുണ്ട്. ഇത് കുറച്ച് ഇടുങ്ങിയ വഴിയാണ് കേട്ടോ. അപ്പോൾ ഇത് കൂടെ കയറ്റുന്നത് കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ എന്തായാലും ഇനി ഈസ്റ്ററിൻ്റെ ആഘോഷങ്ങളായിട്ട് കാണാം.